മൊത്തം കണ്ണങ്ങോട്ട് ചിമ്മി പോവുക. ആ ഒരു രക്ഷയില്ല, കാണാൻ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപകടം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ നമുക്കെതിരെ വരുന്നതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, ഒരു രക്ഷയുമില്ല കാഴ്ചക്ക്. ഇവർ വണ്ടി നമ്മുടെ അടുത്തോട്ട് വരുമ്പോഴത്തേനും ഒറ്റ ലൈറ്റ് കൊണ്ട് ഇട്ട് നമ്മുടെ കണ്ണ് പുറകിൽ നാരാണ്ട് കെട്ടുന്ന പോലെ ആക്കുക. പിള്ളേരെ സെറ്റുകൾ മുഴുവൻ ഫുൾ ലൈറ്റ് ആയിട്ടുണ്ട്. കൈ കൊണ്ടൊക്കെ രക്ഷപ്പെട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ ചില പ്രായമായ ആൾക്കാരാണെങ്കിൽ പുതിയ വണ്ടി മേടിച്ചിട്ട് ചെയ്തും അവർക്ക് അറിയാവോ അറിയത്തില്ലെന്ന് എനിക്കറിയത്തില്ല. പല പ്രാവശ്യവും നമ്മൾ കുഴിയിലേക്ക് ചാടിപ്പോകും. ഒരു കൊച്ചുങ്ങളില്ല ഹെൽമെറ്റ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ പേര് അന്നേരം കേസെടുക്കുന്നുണ്ട്. എന്നാ ഈ വീണ ഒരു ഉണ്ടാവുന്നവരെ പറ്റി കേസെടുക്കുന്നുണ്ടോ? KSRTC ബസ്സുകൾ വരെ കൂടി ഇത്രയും ആൾക്കാരെ പറ്റുകൊണ്ട് വരുന്ന അവര് റോങ് സൈഡിൽ കൂടെ കയറി വരികയും ചെയ്യും. അതുപോലെ ഫുൾ ലൈറ്റ് ഇട്ടോണ്ടാണ് വരുന്നത്. ടാക്സിക്കാരെ ആണെങ്കിൽ അവർ നോക്കും. മുക്കാലം പേര് ഡിമ്മടിക്കാ വരുന്നത്. നമസ്കാരം. കണ്ണൂരിൽ 5 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിന്റെ പ്രധാന കാരണം എതിർദിശയിൽ വന്ന വാഹനത്തിന്റെ ഹൈബീം ലൈറ്റുകൾ എന്ന റിപ്പോർട്ട്. രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ ഹൈബീം ലൈറ്റുകൾ ഇടുകയും ഡിമ്മടിക്കാതെ വരികയും ചെയ്യുന്നതോടെ എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയേറെയാണ്. എതിർദിശയിൽ വരുന്ന വാഹനത്തിന്റെ ഡ്രൈവറുടെ കാഴ്ച മറയ്ക്കും വിധം ഹൈബീം ലൈറ്റുകൾ രാത്രികാല യാത്രകളിൽ പ്രധാന വില്ലനായി മാറും. ആവശ്യമില്ലാതെ ഹൈബീം ലൈറ്റുകൾ ഇടരുതെന്നും ഡിം ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നത് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ നിബന്ധനയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ രാത്രിയിൽ LED ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾ എതിരെ വരുന്ന വാഹനങ്ങളുടെ കാഴ്ച മറയ്ക്കുന്നതോടെ പലപ്പോഴും അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയേറെയാണ്. ഈ സാഹചര്യത്തിൽ ഡിം ലൈറ്റുകൾ അണയ്ക്കാതെ വരുന്ന വാഹനങ്ങൾ കണ്ടെത്തി പിഴ ഈടാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നു. എന്നാൽ പരിശോധനകൾ കാര്യക്ഷമമല്ല. മോട്ടോർ വാഹന വകുപ്പിൽ വേണ്ടത്ര ഉദ്യോഗസ്ഥർ ഇല്ല എന്നുള്ളതാണ് കാരണമായി അധികൃതർ അറിയിക്കുന്നത്. 5 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിന്റെ പ്രധാന കാരണം എതിർദിശയിൽ വന്ന വാഹനത്തിന്റെ ഹൈബീം ലൈറ്റുകളെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? നമുക്ക് ഏതാനും ചില ഡ്രൈവർമാരോട് തന്നെ പ്രതികരണം ചോദിക്കാം. കേരളത്തിൽ ഇപ്പോൾ പല വണ്ടികളും ഉണ്ട്. ഇപ്പോഴത്തെ ഇറങ്ങുന്ന പുതിയ വണ്ടികളിലെല്ലാം LED ബ്രൈറ്റ് ഉള്ള ലൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സാധാരണയുള്ള ലൈറ്റുകൾ ഒഴിച്ച് വരുന്ന വണ്ടികൾക്ക് വഴി കാണാൻ പറ്റിയാൽ ഇവർ വണ്ടി നമ്മുടെ അടുത്തോട്ട് വരുമ്പോഴത്തേനും ഒറ്റ ലൈറ്റ് കൊണ്ട് ഇട്ട് നമ്മുടെ കണ്ണ് പുറകിൽ നാരാണ്ട് കെട്ടുന്ന പോലെ ആക്കുക. പല പ്രാവശ്യവും നമ്മൾ കുഴിയിലേക്ക് ചാടിപ്പോകും. ഈ വണ്ടികൾ പരിശോധിക്കാനോ ഈ ഹെൽമെറ്റ് വെച്ചേച്ച് ഉരുണ്ട് വീഴുന്നവനെ നോക്കുന്ന ഉദ്യോഗസ്ഥന്മാര് ഈ ലൈറ്റ് വീണേച്ച് ഉരുണ്ട് വീഴുന്നവരെ നോക്കാൻ നേരെയില്ല. ഒരു കൊച്ചുങ്ങളില്ല ഹെൽമെറ്റ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ പേര് അന്നേരം കേസെടുക്കുന്നുണ്ട്. എന്നാ ഈ വീണ ഒരു ഉണ്ടാവുന്നവരെ പറ്റി കേസെടുക്കുന്നുണ്ടോ? അത് ഓടിക്കുന്ന മുഴുവനും വൻകിട കോടീശ്വരന്മാരാ. അവരെ വണ്ടിയെ തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ പണി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തിന് അങ്ങോട്ട് പോകും. അതുകൊണ്ട് അവരും ചെയ്യല. അവരുടെ ലൈറ്റ് നോക്കാനും അതിന് അമിതമായ ഫീസ് ഈടാക്കാനും ഉള്ള സംവിധാനം ഉണ്ടാകണം. ഇപ്പോഴത്തെ പുതിയ ഇറങ്ങുന്ന ബൈക്കുകൾ രാത്രിയും പകലും എല്ലാം ലൈറ്റ് ഇട്ടിട്ട് നമുക്ക് ഈ ലൈറ്റ് ഒറ്റയടിക്ക് കണ്ണിലേക്ക് അടിക്കുന്ന പോലെയാ. അതിനും ഇല്ല. അതിന് ഇറക്കുന്നവർക്ക് സാങ്ഷൻ കൊടുക്കുന്നവർക്ക് ഈ ലൈറ്റ് മാറ്റി പഴയ ലൈറ്റുകൾ ഉണ്ടല്ലോ, അതേ രീതിയിലുള്ള ലൈറ്റുകൾ വരുവാണെങ്കിൽ ഇതിന്റെ പകുതി അപകടം ഈ രീതി ഉണ്ടായില്ല. ഇപ്പൊ കണ്ണറിയാൻ മേലാത്തവർക്ക് കണ്ണിൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ എത്ര പവർ ഉള്ളവർക്കും ഓടിക്കാൻ പറ്റിയല്ല. അപകടമാണ് രാത്രി യാത്ര. അതുകൊണ്ട് പോകാനിപ്പോ മന്ത്രിക്ക് ഇപ്പൊ നല്ല രീതിയിൽ നടക്കുന്നൊരു മന്ത്രിയാന്ന് പറഞ്ഞു. ഇവരെ വൈകിട്ട് ഈ പകുതി പേരെ വൈകിട്ട് നിർത്തിയിട്ട് ഇങ്ങനെയുള്ളതിനെ ഈ ഹെൽമെറ്റ് നോക്കുന്നതിന് പകുതിയിലൊന്നും സമയം നോക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ളതേ ഉള്ളൂ. അപകടങ്ങൾ ഇരട്ടിയാവും. അത് കഴിഞ്ഞാൽ ചെറുത്തോണ്ട് പോകുന്നതിന് ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുപോകുന്നല്ല. ഇതുപോലെ തന്നെ അപകടങ്ങളെ ആരും നോക്കാനാ? നടന്നു പോകുന്നവരെ ചെന്നിരിക്കുവോ അല്ല ഇവരെ വന്നാൽ അറിയാനും പറ്റുന്നില്ല. നിങ്ങൾക്ക് നേരിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ വാഹനം ഓടിക്കുമ്പോൾ? എനിക്ക് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. എന്റെ കാറുകൾ ഉണ്ടായിട്ട് ഞാൻ പെരുമാറുന്ന പോകുന്നിട്ട് എനിക്ക് തലവേദനയായിട്ട് ഒതുക്കിയ ലൈറ്റ് അങ്ങ് ഇട്ടുക. അത് കഴിയുമ്പോൾ എന്നാത്തിനാണെന്ന് അറിയത്തില്ല. ഇവർ ഒറ്റ ലൈറ്റ് ഇടുമ്പോൾ നമ്മളെ കണ്ണങ്ങ് വിട്ടു. ബൈക്കിൽ പോകാനേ പറ്റിയല്ല. ഇടയ്ക്ക് പരിശോധന കാണുന്നില്ല അല്ലേ? പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ഈ പകല് വന്ന് 10 മണി തൊട്ട് ഇതിലെ പോകുന്ന ഒരു കുപ്പി കള്ളു കുടിച്ചാൽ പിടിക്കുന്നതിനെ കഴിഞ്ഞ് കൂടുതലായിട്ട് അത്യാവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവന്മാരെ പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ പകുതി അപകടം കുറയും. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റുള്ള പ്രത്യേകിച്ച് പ്രൈവറ്റ് കാറുകളാണ് ഇത് ലൈറ്റ് ഉള്ളത്. ഒരു ഡിമ്മടിച്ച് തരത്തില്ല. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പരിശോധനകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പരിശോധനകൾ വളരെ ചുരുക്കമാണ്. മോട്ടോർ വെഹിക്കിളാണേലും പോലീസുകാരാണെങ്കിലും പരിശോധന വളരെ ചുരുക്കമാണ് ഈ ലൈറ്റിൻ്റെ കാര്യത്തിൽ. അതുപോലെ ചില വണ്ടിയുടെ അപൂർവമായിട്ട് ഹോണുള്ള വണ്ടിയുണ്ട്, എയർ ഹോണുകൾ. അതും പരിശോധന കുറവാണ് അവരുടെ. അപകടം അങ്ങനെ അപകടമൊക്കെ സംഭവിക്കാറുണ്ടോ? സാധ്യതയുണ്ടോ? അപകടം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ നമുക്കെതിരെ വരുന്നതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, ഒരു രക്ഷയുമില്ല കാഴ്ചയ്ക്ക്.
ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടും. ഭാഗ്യം കൊണ്ടൊക്കെ രക്ഷപ്പെട്ട് പോകുന്നതാണ് കൂടുതലും. രാത്രി വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാ അത്? രാത്രി വാഹനം ഓടിക്കാൻ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. പക്ഷെ എല്ലാ വണ്ടിയും ഇല്ല കേട്ടോ, അതൊരു പ്രത്യേകത. വളരെ അപൂർവമായിട്ട് വണ്ടിയുണ്ട്. അവരെ തെരഞ്ഞു പിടിക്കാൻ പറ്റുന്നില്ല. തെരഞ്ഞു പിടിക്കാൻ അവർ മെനക്കെടുന്നുമില്ല. ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കത്. KSRTC ബസ്സുകൾ വിരകണ കൂടി ഇത്രയും ആൾക്കാരെ വെച്ചുകൊണ്ട് വരുന്ന അവര് റോങ് സൈഡിൽ കൂടെ കയറി വരികയും ചെയ്യും. അതുപോലെ ഫുൾ ലൈറ്റ് ഇട്ടോണ്ടാണ് വരുന്നത് താനും. എനിക്ക് പല അനുഭവങ്ങളുണ്ട്. ഞാൻ ചില സ്ഥലത്ത് വണ്ടി ചവിട്ടി നിർത്തുപോയത് ഒരു രക്ഷയില്ലാത്തതിന്റെ പേരിൽ. അങ്ങനത്തെ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പുതിയ വാഹനങ്ങളൊക്കെ, കാറുകളൊക്കെ പുതിയ വാഹനങ്ങൾ മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട ഈ പിള്ളേർ സെറ്റുകൾ മുഴുവൻ ഫുൾ ലൈറ്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ചില പ്രായമായ ആൾക്കാരാണെങ്കിൽ പുതിയ വണ്ടി മേടിച്ചിട്ട് എന്ത് ചെയ്തും അവർക്ക് അറിയാവോ അറിയത്തില്ലെന്ന് എനിക്കറിയത്തില്ല. അവർക്ക് ഡിമ്മ് കൊടുക്കാൻ അറിയാനേ വേണ്ട. ഒരിക്കലും അവർ കംപ്ലീറ്റ് ഫുൾ ലൈറ്റിലാണ് വരുന്നത്. സിംഗിൾ ഇപ്പം ഒരു റൂട്ടിൽ കൂടെ ഒരു വണ്ടി അങ്ങ് പോകാനും ഒരു വണ്ടി ഇനി വരാനും ഉള്ളൂ. അവിടെ തന്നെയാണ് ഇവർ ഫുൾ ലൈറ്റും വെച്ചോണ്ടാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? എനിക്കതുപോലെ ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ട്. ഞാൻ ചില സ്ഥലത്തെ പറ്റൊക്കെ ഞാൻ ചവിട്ടി നിർത്തുപോയത്. കാരണം നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല. ഇതിഞ്ഞ് നമ്മൾ നിർത്തിയാൽ ഇതുങ്ങൾ ചിലപ്പോൾ വന്ന് നമ്മുടെ മുഖത്തേക്ക് വന്ന് കയറും. എന്ത് ചെയ്യാൻ പറ്റും? കാഴ്ച മറയ്ക്കുകയാണ് വാഹനങ്ങളുടെ. മൊത്തം കണ്ണങ്ങോട്ട് ചിമ്മി പോവുക. ഒരു രക്ഷയില്ല കാണാൻ. നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയൊക്കെ രാത്രികാലങ്ങൾ നടത്താറില്ല. അതൊക്കെ ചുമ്മാ പറയുന്ന. മോട്ടോർ വാഹന വകുപ്പ് ചിലപ്പോൾ പോലീസുകാരുടെ വണ്ടി ഇതുപോലെ ഫുൾ ലൈറ്റ് ഇട്ടുകൊണ്ട് പോരുന്ന കാണാമല്ലോ. മോട്ടോർ വാഹന വകുപ്പൊന്നും ഇതൊന്നും ഒന്നും നോക്കുന്നില്ല. അതേസമയം അവർ ടാക്സി വണ്ടി ആണെങ്കിൽ എല്ലാം നോക്കും. അവർ നോക്കിയാൽ പുറകെ ലൈറ്റ് ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്ന് അവർ ടാക്സി ഈ പ്രൈവറ്റ് വണ്ടി എത്ര വണ്ടികൾക്കുണ്ടോ? മോട്ടോർ വാഹനം നോക്കാനാണെങ്കിൽ ഈ പ്രൈവറ്റ് വണ്ടികൾക്ക് പുറകെ പോലും ഒരു ലൈറ്റ് പോലും ഇല്ല. അങ്ങനെ രാത്രി വണ്ടി ഓടിക്കുന്നത്. അതൊന്നും ഈ മോട്ടോർ വാഹന വകുപ്പൊന്നും കാണുന്നില്ലേ? ടാക്സിക്കാരെ ആണെങ്കിൽ അവർ നോക്കും എല്ലാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുതിയ വണ്ടിയുടെ ലൈറ്റ് ഒരു കാരണവശാലും നമുക്കത് സാധാരണ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിമ്മും അടിക്കാതെയാണ് അവർ വരാറ്. അപ്പോൾ ഇന്ന് പ്രൈവറ്റ് വണ്ടി ഓടിക്കുന്ന ഒരു 90% ന്യൂ ജനറേഷൻകാർക്ക് വണ്ടി അത് ഡിമ്മടിക്കുന്ന എന്തിനാണെന്ന് പോലും അറിയത്തില്ലാത്ത ഓടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമ്മുടെ പഴയ ആൾക്കാർക്ക്, ഡ്രൈവർമാർക്ക്, ടാക്സി ഡ്രൈവറായിട്ട് ഒട്ടുമുക്കാലും പേര് ഡിമ്മടിക്കാൻ വരുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിനോട് ഒരുപാട് അനുഭവങ്ങൾ ഇഷ്ടം പോലെ. ഇനിയിപ്പോൾ അനുഭവങ്ങൾ കാരണം അപകടത്തിൽ ചെന്ന് ചാടിയിട്ടില്ലെന്ന് മാത്രം. കുഴിച്ചാടി അങ്ങനെ അങ്ങ് പോരുന്നു. ഇത്തരത്തിൽ അനധികൃതമായി ഹൈബീം ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾ, ഡിം അണയ്ക്കാതെ വരുന്ന വാഹനങ്ങളൊക്കെ കണ്ടെത്തി രാത്രികാലങ്ങളിൽ കർശനമായ പരിശോധന നടത്തുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നത്. എന്നാൽ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലാത്തതിനെ തുടർന്ന് രാത്രികാല പരിശോധന നടത്താറില്ല. എന്നാൽ പോലീസിനെ ഉപയോഗിച്ച് പട്രോളിംഗ് നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കണ്ടെത്തി കർശനമായ നടപടിയും പിഴ ഈടാക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ നടക്കുന്ന അപകടങ്ങൾക്ക് പ്രധാന കാരണം ഇത്തരത്തിൽ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഹൈബീം ലൈറ്റുകൾ എന്നാണ് കണ്ടെത്തൽ. മാത്രമല്ല, ഡിം അണയ്ക്കാതെ വരുന്ന വാഹനങ്ങളും പലപ്പോഴും എതിരെ വരുന്ന വാഹനങ്ങൾക്ക് അപകട ഭീഷണിയായി മാറാറുണ്ട്. ഇക്കാര്യത്തിൽ തമിഴ്നാട്ടിലൊക്കെ വലിയ പരിശോധനയും നടത്തുകയും പിഴ ഈടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ഇതുവരെയും ഇത്തരത്തിൽ ഉള്ള വാഹനങ്ങൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന വാഹന അപകടത്തിൽ 5 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ ആ അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ എതിരെ വരുന്ന വാഹനത്തിൻ്റെ ഹൈബീം ലൈറ്റാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും യാതൊരുവിധ നടപടിയും മോട്ടോർ വാഹന വകുപ്പോ പോലീസോ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ വാഹന ഡ്രൈവർമാർക്കിടയിൽ വ്യാപക പ്രതിഷേധവും ഉയർന്നു വരികയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.